कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टेलिन साहब को पकड़ के जेल में डाल देंगे, सीतारमैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിശയ പിറവിയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ വളർന്ന ആം ആദ്മി പാർട്ടിയുടെ ഫ്ലാഷ് ബാക്കിലേക്ക്. വർഷം 2011 അഴിമതി ആരോപണങ്ങളിൽ പെട്ടു വലഞ്ഞ രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ പോരാട്ടം നയിച്ചത് അണ്ണാ ഹസാരെ, വലങ്കയായി അരവിന്ദ് കെജ്രിവാളും. രാജ്യമെങ്ങും വലിയ പിന്തുണ ആ പോരാട്ടങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ആ അഴിമതി വിരുദ്ധ പോരാട്ടം വളമിട്ടത് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ്. വർഷം 2012 ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. നേതൃത്വത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ തരംഗമായി, രാജ്യമെങ്ങും അലയൊലികൾ. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് അംഗം 2013 ഡൽഹിയിൽ. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയാകുന്നു. മറ്റുള്ളവരുടെ പിന്തുണയോടെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആപ്പിന്റെ ആദ്യ സർക്കാരിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഡൽഹി കണ്ടത് അരവിന്ദ് കെജ്രിവാളിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ്. അധികാരത്തിലെത്തി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അവതരിപ്പിച്ച പല പദ്ധതികളും വൻ ജനപ്രിയമായി. വെള്ളവും വൈദ്യുതിയും മുതൽ ആരോഗ്യവും വിദ്യാഭ്യാസവും വരെ ഡൽഹിയിലെ സാധാരണക്കാർക്കിടയിൽ വൻ തരംഗമായി. 2014 പൊതു തെരഞ്ഞെടുപ്പ് ആദ്യ അംഗത്തിൽ തന്നെ ആപ്പിന്റെ MP-മാർ ലോക്സഭയിലെത്തി. പതുക്കെ പതുക്കെ ഡൽഹിക്ക് പുറത്തേക്കും നീങ്ങിയ ആപ്പ് ഗുജറാത്തിലും ഹരിയാനയിലും ഗോവയിലും പഞ്ചാബിലുമൊക്കെ ഒരു കൈ നോക്കി. അംഗത്തിനിറങ്ങിയ സംസ്ഥാനങ്ങളിൽ ഡൽഹിക്ക് പുറമെ ആപ്പ് പച്ചപിടിച്ചത് പഞ്ചാബിൽ. 2022 ഭഗവത് സിംഗ് മാന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ രൂപീകരിച്ചു. രാംലീല മൈതാനിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ദേശീയ പാർട്ടി പദവിയിൽ വരെ എത്തി നിൽക്കുന്ന ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇന്ന് അതേ അഴിമതിയുടെ പേരിൽ തന്നെ ആപ്പ് ചോദ്യമുനയിലുമാണ്.